ഫൈനലി ഇന്നാണ് നമ്മുടെ കിച്ചണിൻ്റെ പാല് കാച്ചൽ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒരു സ്റ്റൗവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ദിവസം മുന്നേ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അത് അൺബോക്സ് ചെയ്യുക. അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വന്ന ദിവസമാണ് നമ്മളിവിടെ പാല് കാച്ചലാക്കിയിട്ടുള്ളത്. എന്താ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇത്താത്തയും അമ്മയും എല്ലാവരും വരാം. എന്നിട്ട് നമ്മളങ്ങനെ പാല് കാച്ചി ഫുഡൊക്കെ കഴിച്ച് പോകാമെന്നാണ് പ്ലാൻ ഉണ്ടായത്. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പം മഗ്‌രിബിനായിരുന്നു നമ്മൾ ഇങ്ങനെ എന്താ പറയുക പാലൊക്കെ കാച്ചിട്ടുണ്ടായത്. ആക്ച്വലി കുക്കിംഗ് ചെയ്യൽ മാത്രമേ ഇവിടെ ഒഴിവുണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സ്റ്റൗവ്. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണിത്. അപ്പം ഈ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നവരൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എനിക്ക് എൻ്റെ കെട്ടിയോൻ വാങ്ങി തന്നതാണ്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു മോഡലിലെ ഗ്യാസ് അടുപ്പ്. അപ്പം ഇത് 3 ബർണറിൻ്റെ ആണ് വാങ്ങിയത്. അപ്പം 6 വർഷം വാറണ്ടി ഉണ്ട്. ഇത് ഫിറ്റാക്കാനൊക്കെ സഹായിക്കുന്നത് റാസിക്ക എന്നാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഫിറ്റാക്കലാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഒരു വൈകുന്നേരം ആ സമയത്തായിരുന്നു ചെയ്തത്. റാസിക്ക വന്ന ദിവസം തന്നെ നമ്മൾ ഈ പാല് കാച്ചലാക്കി വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റപ്പാക്കാണ് ചെയ്തത്. അപ്പം ഈ ഒരു ഗ്യാസ് സ്റ്റവ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിങ്ങനെ കുറേ ആൾക്കാരെ വീഡിയോസിൽ കണ്ടിട്ട് അങ്ങനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ ഇത്താത്തയും കൂടെയാണ് ഇത് വാങ്ങാൻ വേണ്ടി പോയത്. ആദ്യം ഇത് വാങ്ങണമെന്ന് ഞാൻ ആമസോൺ നോക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ 3 ബർണറിൻ്റെ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്താത്ത എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ലല്ലോ, വെറുതെ സീനാവണ്ട, നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇത്താത്തയും കൂടെ ഗ്യാസ് സ്റ്റവ് നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പോയ സമയത്ത് ഇത് മൈൻഡിൽ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ആദ്യം നോക്കിയത് വേറെ നമ്മൾ നോർമൽ ഗ്യാസ് സ്റ്റവ് ആയിരുന്നു. നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലത്തെ. അപ്പോൾ ആ ഒരു സാധനം കണ്ട് ഏകദേശം ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ചെറിയൊരു റേറ്റ് ഡിഫറൻറ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ റാസിക്കാനോട് പറഞ്ഞു, റാസിക്ക് ഇങ്ങനെ റേറ്റ് ഇത്ര ഡിഫറൻറ്റ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങിത്തരുമോ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു എന്തായാലും വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ വാങ്ങിയിട്ട്. അങ്ങനെ ഞാനും റാസിക്കും കൂടെ അവിടെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കുകയാണ്. സ്ട്രിപ്പ് ലൈറ്റ് സത്യം പറഞ്ഞാൽ ചെറുതായിപ്പോയി. ശരിക്കും നമ്മുടെ ആ ഒരു ഫുള്ള് കൗണ്ടർ ടോപ്പ് ഫുള്ളിന് ആക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത്രയും ഇല്ല, സാധനം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. വേറൊരു ലൈറ്റ് റാസിക്കങ്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലൈറ്റായിരുന്നു നമ്മളവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായത്. ഇത് കുറച്ച് സമയം നമ്മളത് പിടിച്ച് ലൈറ്റ് ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ ആ ഒരു പ്ലാന് നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ എന്താക്കി പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സാധനമാണ്. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കത്തി ഇടാൻ വേണ്ടിയിട്ട്, കത്തിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് റാസിക്കാനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൊണ്ടു തന്നതാണ്. കാരണം ഒരുപാട് കത്തികൾ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാ കത്തി ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ വെക്കുമ്പോൾ മോശമായി പോകണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ വേറെയും കുറേ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കത്തി മാത്രമല്ല, വലിയ സ്പൂണും വലിയ അരിപ്പൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഒരു അടിപൊളി സാധനമായിരുന്നു.
വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഞാൻ മീഷോയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധിക സാധനവും ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്ന് തന്നെയാണ് കേട്ടോ. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു കിച്ചണിലുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ പാത്രങ്ങളൊന്നും വെക്കാനില്ല, വേറെ ഓപ്ഷനൊന്നും ഇല്ല. കാരണം നമ്മുടെ അപ്പുറം 3 കിച്ചണാണ് ഉണ്ടായത്. പഴയ സ്ഥലത്ത് 3 കിച്ചണാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കബോർഡും കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ പുറത്തേക്ക് കാണും. അപ്പം മാക്സിമം എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയിൽ തന്നെ വെക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടിയത്. ഇത്രയും കത്തിയൊന്നും എന്തായാലും യൂസ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് കത്തി ഞാനിപ്പോൾ വീഡിയോസിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സാധനങ്ങൾ ഇട്ട് വെച്ചതാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ആവശ്യാനുസരണം യൂസ് ചെയ്യാന്നുള്ളത്. വേറെയും 2-3 പാത്രങ്ങൾ എനിക്ക് റാസിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല പിൻട്രസ്റ്റ് വൈബുള്ള 2-3 പാത്രങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സമയം ഉണ്ടായിട്ടില്ല. ഒരു സോസ് പാനിൻ്റെ സെറ്റായിരുന്നു, ഒരു ബീച്ച് കളർ സോസ് പാനിൻ്റെ സെറ്റൊക്കെയാണ് മൂപ്പർ എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. വീഡിയോസിന് വേണ്ടിയിട്ടായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പം പിന്നെ ഒരു പിങ്ക് കളർ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതുപോലെ വലിയ വലിയ സ്പൂണും പ്ലക്കറും ഒക്കെയുള്ള സ്പാച്ചുലറും എല്ലാം ഉള്ള ഒരു സെറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു സാധനങ്ങളൊക്കെ ഇനി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് മൂപ്പർ കൊണ്ട് തന്നിട്ടുള്ളതാണ്. ഈ ഒരു സാധനം നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ ഡേറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടു തന്നതാണ്. പിന്നെ ഒരു ക്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ രാത്രിയായി. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ജനലിൻ്റെ സൈഡിലായിട്ട് ഒരു കൊണ്ടുതന്ന ഒരു ലൈറ്റും കൂടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ പാല് കാച്ചാണ്. അപ്പം നമ്മളെ കിച്ചണിൽ അങ്ങനെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഉമ്മ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ദൂരെ നിന്നിട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റൗ കത്തിക്കുന്നതൊക്കെ ദൂരെ നിന്നിട്ടാണ്. അമ്മ പറയുന്നത് എൻ്റെ വീഡിയോയിൽ എൻ്റെ കൈയൊക്കെ കുടുങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പാത്രം. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സെറ്റ് പിങ്ക് കളർ സെറ്റ് പറഞ്ഞത് അതാണ്. അതുപോലെ തന്നെ ഇത്താത്തയാണ് ഇപ്പോൾ പാലൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഓരോരോ ആൾക്കാർ വന്ന് ഇങ്ങനെ പാലിളക്കി. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ഞാൻ നമ്മുടെ ചാനലിൽ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. പാർട്ട് 1, 2, 3, 4, 5, 6 അങ്ങനെ പാർട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട് ഒന്ന് റിനോവേഷൻ ചെയ്തതാണ്. വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിൽ കിച്ചണൊക്കെ ഒന്ന് മാറ്റലാണ്. ഫ്രണ്ടിലായിരുന്നു നമ്മുടെ കിച്ചൺ ഉണ്ടായത്, അത് മാറ്റി ബാക്കിലേക്ക് ആക്കി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ കാണണം, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ പാല് കാച്ചി നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 2 ആൾക്ക് പനി അന്ന് രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആൾക്കാരിങ്ങനെ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു ഉണ്ടായത്. ഇത് ഇത്താത്തൻ്റെ മോളാണ്, അവിടെയുള്ളത് ഇത്താത്തൻ്റെ മോന്. അങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും ഒന്നിച്ചുണ്ടായാലും ഭയങ്കര രസമായിരുന്നു. ചിലപ്പോൾ നല്ല അടി ഉണ്ടാവും, ചിലപ്പം നല്ല ചിരിച്ച് കളിയൊക്കെ ആയിരിക്കും. ഇവർ 3 ആൾക്കാർ സെയിം ഓരോ മാസങ്ങളുടെ വ്യത്യാസമാണ് ഈ 3 ആൾക്കാർ. അപ്പം അവർ ഭയങ്കര ബോണ്ടാണ് പരസ്പരം. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോയിട്ട് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് നിലത്തിങ്ങനെ വിരിച്ചിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ ഒരു മിററും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായതാണ്. അതും ഞാനിവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവറൊക്കെ വിരിച്ച് സെറ്റാക്കലാണ്. അപ്പം ഇത്താത്തൊക്കെ രാത്രി തന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അമ്മി ഇവിടെ തന്നെ ഒരു ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുട്ടികളുടെ ഇടയിൽ നമ്മളിങ്ങനെ വിരിച്ചിട്ടൊക്കെ സെറ്റാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് കീറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ച് അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. 2 ആൾക്കാരൊഴികെ ബാക്കി എല്ലാവരും നമ്മുടെ ഈ ഒരു ഫാമിലിയിലുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളയും ഒന്ന് ഇക്കാക്കിയും ഇപ്പിക്കാക്കിയും കൂടെ അവർ പുറത്താണ്. ഇളയ പിന്നെ വന്നിട്ടുണ്ടായിട്ടാ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് നമ്മുടെ ഈ ഒരു പാല് കാച്ചൽ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. റാസിക്ക വന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം നിങ്ങളെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ കിച്ചണിൻ്റെയും വീടിൻ്റെയും വർക്കിൻ്റെ ഒക്കെ എൻഡായിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ല ഇനി വരുന്ന എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.